സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നു. അവൻ യഹോവയെക്കുറിച്ച് സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, ചെറിയ കീഴ്വയ്ക്കും. അവന്റെ വിശ്വസ്തതയ്ക്ക് പരിചയം ഫലമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ ഉച്ചയ്ക്ക് നശിക്കുന്ന സമർത്ഥ്യം എനിക്ക് പേടിപ്പാല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വരും, എങ്കിലും അതിൻ്റെ അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. യഹോവ നീ എൻ്റെ സങ്കേതമാകുന്നു, അത്യുന്നതനെ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും ബാക്കിയില്ല, പാറി നിന്റെ കൂടാരത്തെ എടുക്കില്ല. നിന്റെ എല്ലാ വഴികളും കാക്കേണ്ടത് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാർ കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോയിരിക്കേണ്ടതിന് അവൻ നിന്റെ കൈകളിൽ വഹിച്ചോളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തിനെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കും. എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സോടെ ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ.